മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആരോപണമുയർത്തി വീണ്ടും പ്രതിപക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. പ്രതിപക്ഷം നേതാവ് അല്പസമയം മുമ്പ് പറഞ്ഞത് നേരത്തെ സഭയ്ക്ക് പുറത്തായിരുന്നു സമരമെങ്കിൽ സഭയ്ക്കുള്ളിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് റോഷിപാൽ സഭാ നടപടികളിൽ ഒന്നിനോടും സഹകരിക്കുന്നില്ല, എല്ലാ സഭാ നടപടികളും ബഹിഷ്കരിച്ച് പൂർണ്ണമായിട്ടും സഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ സഭയ്ക്കുള്ളിൽ സമരം പ്രതിപക്ഷം തുടരുകയാണെങ്കിൽ ഏറെ സമയം സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ സ്പീക്കർക്ക്? അരുൺകുമാർ, പ്രതിപക്ഷം ഇങ്ങനെ സഭയിൽ പ്രതിഷേധം ഘടിപ്പിക്കുമ്പോൾ സഭാ നടപടികൾ കൃത്യമായി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമാകില്ല. ചോദ്യോത്തരവേള പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും വീണ്ടും സ്പീക്കർ പ്രതിപക്ഷങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടപെടുമെന്ന മുന്നറിയിപ്പാണ്. ചോദ്യോത്തരവേള ഇനി അധികം വൈകാതെ ഒരുപക്ഷെ ടേബിൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള ശ്രദ്ധ ക്ഷണിക്കലും സമാനമായ രീതിയിൽ അതിവേഗത്തിൽ പൂർത്തിയാക്കി സഭ വേണമെങ്കിൽ ഇന്നത്തേക്ക് പിരിയാം. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം സ്പീക്കറാണ് എടുക്കേണ്ടത്. സ്പീക്കറുടെ വിവേചനാധികാരമാണ്. സഭ തടസ്സപ്പെടുന്ന രീതിയിൽ സഭ സുഗമമായി നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് പ്രതിഷേധം എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി ഏറെ വൈകിക്കഴിഞ്ഞാൽ അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും എന്നുറപ്പാണ്. കാരണം ഇന്ന് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കകത്ത് എത്തിയത്. ഇന്ന് 8:30 ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി സഭയ്ക്കകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, അത് സ്വർണ്ണക്കൊള്ളയിൽ അങ്ങനെ ഒരു പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതിരുന്നത്. ശൂന്യവേളയ്ക്ക് മുമ്പ് തന്നെ സഭ സ്തംഭിപ്പിക്കണം, അല്ലെങ്കിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങണം. ഇങ്ങനെയുള്ള തീരുമാനമായിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷം എടുത്തത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഡയസിലേക്ക് പ്രതിപക്ഷങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഡയസിലേക്കുള്ള പടികളിൽ ഇപ്പോൾ ഭരണപക്ഷങ്ങൾ ഇരപ്പിടൽ എഴുന്നേറ്റ പ്രതിപക്ഷത്തിനെതിരെ ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഭരണപക്ഷങ്ങൾ ഒന്നാകെ എഴുന്നേറ്റ് ട്രഷറി ബെഞ്ചിന് സമീപം നിന്നുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിപക്ഷങ്ങൾക്ക് വേണ്ടി. അതേസമയം തന്നെ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നുണ്ട്. മന്ത്രിമാർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഭരണപക്ഷ അംഗങ്ങൾ കൂടി നടുത്തളത്തിലേക്ക് ഇറങ്ങാതെ അതിന് തൊട്ടടുത്ത ട്രഷറി ബെഞ്ചിനരികിൽ നിന്ന് അവർ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. മറുഭാഗത്ത് സ്പീക്കറുടെ ഡയസിന്റെ പടിക്കെട്ടിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് കയറാതിരിക്കാൻ അവിടെ വാച്ച് ആൻഡ് വാർഡർമാർ പ്രതിരോധം തീർത്തിട്ടുണ്ട്. അങ്ങനെ സഭയ്ക്കകത്ത് ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനും വാക്പോരിനും സാക്ഷ്യം വഹിക്കുകയാണ്. ഭരണപക്ഷങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഇരിപ്പിടം വിട്ട് നേരെ ട്രഷറി ബെഞ്ചിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് അവിടെ കൂട്ടം കൂടി നിന്നുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിയുണ്ട്. ഒപ്പം പാർലമെന്ററി കാര്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പാർലമെന്ററി കാര്യമന്ത്രി രൂക്ഷമായ വിമർശനം, MP രാജേഷ് രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തുന്നുണ്ട്. സഭയ്ക്കകത്ത് ഒരു കലുഷിതമായ സാഹചര്യമാണ്. കടുത്ത പ്രതിഷേധമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിന്റെ. അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷങ്ങൾ കൂടി അവർ ഇരിപ്പിടം വിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയ ഒരു സാഹചര്യം. സഭാ നടപടികൾ സുഗമമായി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അരുൺകുമാർ. പ്രതിപക്ഷം സഭയിലെടുക്കുന്ന സമീപനങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ട്രഷറി ബെഞ്ചിൽ അവർ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. സഭ പ്രക്ഷുബ്ധമാണ്. മുദ്രാവാക്യം വിളികളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നടുത്തളത്തിലേക്ക് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങുന്നു. പ്രതിപക്ഷം വെല്ലിൽ മാത്രമല്ല ഡയസിലേക്ക് കൂടി കയറാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇപ്പോൾ MP രാജേഷ് നേരത്തെ സംസാരിച്ചത് പ്രതിപക്ഷത്തിന് ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഹൈക്കോടതിയിൽ നിന്ന് സ്പ്രിംഗ്ലർ വിഷയത്തിലടക്കം ഇരു കവിളിലും മാറി മാറി പ്രഹരം കിട്ടിയതല്ലേ എന്നുകൂടി MP രാജേഷ് ചോദിക്കുന്നുണ്ട്. അടിയന്തര പ്രമേയത്തിനായി ഒരു നോട്ടീസ് നൽകാനുള്ള വിഷയം പോലും പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ലേ എന്നാണ് ഇപ്പോൾ MP രാജേഷ് ചോദിക്കുന്നത്. ഇപ്പോൾ സഭയിൽ നിന്നുള്ള കാഴ്ചകൾ നോക്കൂ. സ്പീക്കറിന്റെ ഡയസിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഡയസിന് മുന്നിൽ ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ് പ്രതിപക്ഷത്തു നിന്നുള്ള MLA മാർ. സ്പീക്കറിന്റെ ഡയസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെന്നേ ഉള്ളൂ. ആ കോണിപ്പടികളിലടക്കം നിൽക്കുന്നു. നടുത്തളം പൂർണ്ണമായിട്ടും പ്രതിപക്ഷാംഗങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. അവിടെ സ്പീക്കറിന്റെ മുഖം മറച്ച് ബാനർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. പ്ലക്കാർഡുകൾ കൈലേന്തിയാണ് പ്രതിപക്ഷ MLA മാരുടെ പ്രതിഷേധം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SITക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ആ SITയുടെ വീഴ്ചയെ തുടർന്ന് പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം ശക്തമായ സമരപാതയിലാണ് ഇന്നിപ്പോൾ ഉള്ളത്. സമരത്തിന് പുറത്തായിരുന്നു പ്രതിപക്ഷം സമരം ചെയ്തിരുന്നെങ്കിൽ സമരം ഇപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. പ്രതിപക്ഷ MLA മാർ എല്ലാവരും പ്ലക്കാർഡുകളും പിടിച്ച്
ഡൈസിന് മുന്നിൽ നടുത്തളത്തിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ നേരിടാൻ ഭരണപക്ഷ MLA-മാരും ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്ന കാഴ്ചയുണ്ട്. സഭ പ്രക്ഷുബ്ധമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വാച്ച് ആൻഡ് വാർഡും റെഡിയായി തന്നെ നിൽക്കുന്നുണ്ട്. തന്റെ മുന്നിലെ ബാനർ താഴ്ത്തി കെട്ടാൻ പറയുന്നുണ്ട് സ്പീക്കർ. അത് പിടിച്ചു വാങ്ങും എന്ന് തന്നെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഭ പ്രക്ഷുബ്ധമാണ്. സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ച കാണുന്നു. സംഭവം ചൂടുപിടിക്കുകയാണ് കേട്ടോ.